ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും അമ്മയുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. എല്ലാം രാവിലെ ചായ കുടിച്ചോ? എണ്ണിച്ചോ? അമ്മ ഹായ് മക്കളെ, അപ്പോഴെ എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ അമ്മ എണ്ണിട്ടിട്ടുണ്ടേ. എണ്ണിട്ട് നല്ല നല്ല തണുപ്പ് വൃത്തിയായതുകൊണ്ട് അപ്പോൾ രാവിലെ എണ്ണിട്ട് നമ്മളെ ചെടിക്കുട്ടന്മാർക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് അതെല്ലാം വൃത്തിയാക്കി എന്നിട്ട് താണ്ടേ ചായ ഇട്ട് ഇന്ന് കുറച്ച് ചായയുള്ളേ ചായ ഇട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോഴമ്മയ്ക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം രാവിലെ. അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അമ്മ ചായയൊക്കെ കുടിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കയറാം. കഞ്ഞി ഉണ്ടെങ്കിൽ അവർക്ക് കുടിക്കാതെ വന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. അമ്മ ചായ കുടിക്കുമോ? നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ചായ കുടിച്ചില്ലേ വന്നാൽ ചായ തരാം. അപ്പം അമ്മ ചായ കുടിക്കട്ടെ. മക്കളെ, അപ്പം അമ്മ കുളിച്ച് ഇതാ ഒരുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. കടപ്പാക്കട ശാസ്താവിൻ്റെ അമ്പലത്തിൽ നിന്ന് കയറണം. അയ്യപ്പൻ്റെ അമ്പലത്തിൽ, അയ്യപ്പൻ ശാസ്താവ് ഒന്നുമല്ല, അയ്യപ്പൻ്റെ അമ്പലത്തിലൊന്ന് കയറണം, തൊഴണം. അപ്പോഴിങ്ങനെ കുളിച്ചൊരുങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ ഓട്ടോ വരണം, അത് നോക്കിയിങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? അപ്പം അമ്മ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല. അമ്പലത്തിൽ കഞ്ഞി കിട്ടുവാണെങ്കിൽ കുടിക്കാം. പിന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കഴിക്കണം. പിന്നെ 1-2 സ്ഥലങ്ങളിൽ പോകണം. അപ്പം അമ്മ പോയിട്ട് വരട്ടെ. ഇപ്പോഴേ അമ്മ കശാശുപത്രിയിലൊക്കെ പോയി, പിന്നെ അമ്പലത്തിൽ കയറി, പിന്നെ വേറെ 1-2 ഇടത്ത് പോകണമായിരുന്നു. എല്ലായിടത്തും പോയിട്ട് വരുന്ന വഴിക്ക് അമ്മയ്ക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അമ്മ ചോറ് കഴിച്ചിട്ട് വന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. ഇനിയിപ്പം 4 മണിയായപ്പം താണ്ടേ നമ്മളന്ന് വാങ്ങിച്ച സാധനമില്ല, അതിൻ്റെ കുറച്ചിരുന്നു. അതും പുറത്ത് താണ്ടേ കട്ടൻ ചായ, നല്ല മധുരം ഇട്ടൊരു കട്ടൻ ചായ. അപ്പോൾ ഇതും കഴിക്കുക. നിങ്ങളൊക്കെ ചോറൊക്കെ കഴിച്ചോ? കട്ടൻ ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചോ? ഇടയ്ക്ക് ഇതൊക്കെ തിന്നാം എന്നും പറഞ്ഞ് എൻ്റെ കണക്കാരും തിന്നരുത്, പ്രഷർ വരും. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ, അമ്മയ്ക്ക് രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര മടി. നമ്മളാണ്ട് പൊറോട്ട റേഷൻ കടയിൽ പോയപ്പോൾ പൊറോട്ട ഗ്രേവി മേടിച്ച് പിന്നെ നമ്മൾ കാന്താരി അരച്ച് മിക്സ് ചെയ്ത് വെച്ച് ചിക്കൻ ഇല്ലേ, അപ്പോൾ അതും കൂടെ ഒരു പീസ് കഴിക്കാം. അപ്പോൾ കാന്താരിയും പിന്നെ എന്തുവായിരുന്നു, ഗ്രാമ്പുവും പിന്നെ നാരങ്ങ നീരും വെളുത്തുള്ളി ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ കാന്താരി ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കാന്താരിയാണ് സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കാറ്. കാരണം പൊട്ടിച്ചൊക്കെ എല്ലാം ഒന്നും പറഞ്ഞിരിക്കും. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ. വെമ്പൊക്കെ അമ്മ കാണിച്ചു തരാം. അപ്പോഴേ നമ്മൾ രാവിലെ ലവ്ലോലിക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോഴേ കാന്താരി ഇട്ട് അമ്മ കുറച്ച് നേരം ഉപ്പിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഉപ്പ് കുറച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് വെക്കാം. അരിഞ്ഞിട്ട് ലേശം വിനാഗിരി ഉപ്പ് ഒഴിച്ച് വെക്കും. അപ്പോൾ രാവിലെ നമുക്കിത് അച്ചാറിടാം. ഇനി ആഹാരം കഴിക്കണം ഉണ്ടാ. അപ്പം അമ്മ ഇത് 2 ആക്കി വെക്കുക. അപ്പോൾ അച്ചാറിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. 2 ആയിട്ട് അരിഞ്ഞിട്ട് അച്ചാറിടണം. ഇപ്പം കാന്താരി മുളകും ഉണ്ടമുളകും ഒക്കെ ഇട്ട് വെച്ചതാണ്. രാവിലെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് അച്ചാറിടാം. കണ്ടിക്കുമ്പോഴേ വായിക്കാത്ത ഭയങ്കര വെള്ളം വരുന്നു. നല്ല ടേസ്റ്റ് അല്ലേ രാവിലെ. ഭയങ്കര വിലയാണ്, 60 രൂപയാണ്. 1/2 കിലോയ്ക്ക് 60 രൂപ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത്ര ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കൊണ്ട് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ ഒത്തിരി ലവലോലിക്കാൻ പറഞ്ഞു. ഇപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് കുലുക്കി ഇട്ടതാണ് 5-6. ഇത്രയേ ഉള്ളൂ മൊത്തം. അയ്യോ, ഈ ലവലോലിക്ക് ഒരുപാട് ചിലവർക്ക് കഴിച്ചൂടാ. ഈ സ്റ്റോൺ ഉള്ളവർക്കൊക്കെ ലവലോലിക്ക ഒരുപാട് കഴിച്ചൂടാ. ലവലോലിക്കയുടെ അരി മൂത്രത്തിൽ കല്ലുണ്ടാക്കും. അതുകൊണ്ട് അത് ഉള്ളവർ ലവലോലിക്ക അധികം കഴിക്കരുത്. പിന്നെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കും. ലവലോലിക്ക മാങ്ങ അത്രയല്ലേ.
മാങ്ങാച്ചാറിട്ട് ഇരിപ്പുണ്ട്. നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്, വലിയ നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. അപ്പം നമുക്ക് രാവിലെ അച്ചാറിനൊക്കെ അടിപൊളി. കുരുവിന് എന്തൊരു കട്ടി. നമ്മളെ ചിക്കൻ പൊരിച്ച് തീരാറായി. പിന്നെ നമ്മൾ ലവലൂരിക്കണ്ട അതിന് ഉണ്ടമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് വിനാഗിരി ഇട്ട് സെറ്റാക്കി തരും. രാവിലെ നമുക്ക് അച്ചാറിടാം. അപ്പോൾ നമുക്ക് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് അമ്മ. നമുക്ക് പൊറോട്ടയും ഗ്രേവിയും കഴിക്കാം. എന്താ പൊറോട്ട ഇവിടെ നമ്മുടെ അടുത്തൊരു കടയിലേ ഗ്രേവി ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. 4 എണ്ണം ഉണ്ട് കേട്ടോ. ഗ്രേവി മാത്രമേ ഉള്ളൂ, ബീഫ് ഇല്ല, കഷ്ണങ്ങളില്ല. അപ്പോൾ നമുക്കതും നമ്മുടെ ഈ കാന്താരി ചിക്കൻ്റെ ഒരു ഭാഗം അമ്മച്ചി അത് അൽഫാമാക്കി ഇടാണ്ടാകും. ഭയങ്കര എരിയാതി. ചിക്കൻ നടക്കൊന്നും അല്ല. എല്ലാവരും വിചാരിക്കുന്നത് വെള്ള കളറാണ്. ചുമ്മാ നല്ല സൂപ്പർ കാന്താരി ഒരു പിടി ചേർത്ത് ഭയങ്കര നല്ല എരിവാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ നമുക്ക് അത് നല്ല എന്താ പൊറോട്ടയും ഗ്രേവി ഒഴിച്ചതും കാന്താരി ചിക്കൻ. അപ്പം ഇതാണ് നമ്മൾ രാത്രി കഴിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ മയോണൈസൊക്കെ കൂട്ടി ഈ കുബുസുമായിട്ട് കഴിക്കാൻ സൂപ്പറാട്ടോ. അപ്പം നിന്ന് പിന്നെ വൈകുന്നേരം 2 പൊറോട്ട ഇങ്ങനെ തോന്നി ഞാൻ വാങ്ങിച്ച്. പൊറോട്ട വെച്ചിട്ട് കൂടുതലാണ്. അപ്പം അമ്മ ഇത് കഴിക്കട്ടെ. അപ്പം എല്ലാ മക്കളും ഇന്ന് വീഡിയോയിലൊന്നും ഇല്ലായിരുന്നെന്ന് അമ്മയ്ക്കറിയാം. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ സൂപ്പറായിട്ട് അമ്മ അടിപൊളി ഫുഡായിട്ട് വരും. ടാറ്റാ.